നമസ്കാരം, റിഞ്ചു അച്ഛനാണ്. തുമ്പമണ്ണുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണം വിതരണം ചെയ്യാനായി പല ഭവനങ്ങൾ അവർ സന്ദർശിച്ചു. അങ്ങനെ ചെന്ന് കയറിയ ഒരു ഭവനത്തിന്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഗ്രഹനാഥന്റെയോ ഗ്രഹനായികയുടെയോ മക്കളുടെ ഒന്നും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ചിത്രങ്ങൾ പൂർണ്ണമായി കാണിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരതിന് തയ്യാറായിരുന്നു, എന്നിട്ടും ഞാനതിന് തയ്യാറല്ല. അതിൻ്റെ കാരണം അങ്ങനെ കാണിച്ചുകൂടാ എന്നുള്ളതുകൊണ്ടാണ്. പിതാവ് ആമവാദം പിടിച്ച് കിടപ്പാണ്, ജോലി ചെയ്യാൻ കഴിയില്ല. അമ്മ കൂലിവേല ചെയ്താണ് ജീവിക്കുന്നത്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ദാറ്റ് മീൻസ് 18 ഇയേഴ്സ് ഓൾഡ് ആയിട്ടൊരു മകൾ, 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന, അതായത് 14 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളൊരു മകൾ, 2 പെൺകുഞ്ഞുങ്ങൾ. എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാത്ത ജീവിതം. പലരും എൻ്റെ അടുക്കൽ ഭവനവുമായി വരുമ്പം ഞാനത് നിരസിക്കാറുണ്ട്. അവർ പറയും, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ വിചാരിച്ച ഒരു വീട് വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്കറിയാം, എൻ്റെ സ്പോൺസേഴ്സൊക്കെ പറയാറുണ്ട്, അങ്ങനെ വാടക വീട്ടിൽ താമസിച്ചാൽ എന്താ കുഴപ്പം, വാടക കൊടുത്ത് ജീവിക്കുന്ന അത്രയല്ലേ ഉള്ളൂ, വീടിൻ്റെ ഡിപ്രീസിയേഷനല്ലേ ആവുന്നുള്ളൂ, വാടക കൊടുക്കുക എന്ന് തന്നെ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഇവർക്ക് വാടക കൊടുക്കാനുള്ള ആസ്തി പോലുമില്ല. പലരുടെയും സഹായമാണ്. ജൂൺ മാസത്തിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞ് യുവജന പ്രസ്ഥാനക്കാർ കൊണ്ടുകൊടുത്ത ബാഗും ബുക്കും ഒക്കെയാണ് ഇവരുടെ പഠനത്തിന് അടിസ്ഥാനം. ഇവരെ ഒന്ന് സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് വേണ്ടി ഒരു വീട് പണിത് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാം, 94 96 32 14 55 9496 32 1455. ഒരിക്കലും അതിലേക്ക് ₹1 എങ്കിലും അയക്കാനല്ല, പകരം ഇവർക്ക് നമുക്കൊരു വീട് വെച്ച് കൊടുക്കത്തക്ക രീതിയിൽ ഒരു കോൺട്രാക്ടറെ സമീപിച്ച് കോൺട്രാക്ടർ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ അയക്കുന്ന പണം അക്കൗണ്ട് ഡീറ്റെയിൽസിലുണ്ട്. ആ ആളിനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് എവിടെ വരെയായി നിർമ്മാണം എന്ന് ചോദിക്കാം. ഒരു ഇടനിലക്കാരുമില്ല, നിങ്ങളും ആ കോൺട്രാക്ടറും തമ്മിൽ. ഒരുപക്ഷെ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന വളരെ ചെറിയ തുകയായിരിക്കാം. അതും ആ കോൺട്രാക്ടറെ സഹായിക്കട്ടെ. അങ്ങനെ നമുക്ക് ആ വീട് പണി പൂർത്തീകരിക്കാം. ദൈവം തമ്പുരാൻ ആർക്കും കടക്കാനല്ല, ദൈവം പ്രതിഫലം നൽകട്ടെ.